ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ മൊറാഴയിലും അതുപോലെ പിണറായി ഗ്രാമത്തിലും കരിവള്ളൂരിലും ഒക്കെ എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ വലിയൊരു ആശങ്ക ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ സമർപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പങ്കുവെക്കുകയാണ്. നേരത്തെ ഇത് ഒളിച്ചും പാത്തും പതുങ്ങിയും പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ കൃത്യമായി പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാണോ ഇപ്പോൾ CPM നടത്തുന്നത്? മേഡം, അതല്ല. യഥാർത്ഥത്തിൽ വരുന്ന വിഷയം എന്താ പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അത് കൈവിട്ടൊരു കാലം കുറയായി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കേഡർമാരെന്ന് പറയുന്നവർ വാസ്തവത്തിൽ ഇല്ല, കേഡറില്ല. കേഡർമാരുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വോട്ട് ചോർച്ച സംഭവിക്കില്ല. ഒരു പാർട്ടി സംഘടനാ സംവിധാനം എന്താണ് എന്ന് അറിയാതെ സംസാരിക്കുകയാണ് വക്കീൽ CPM-ന്റെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ആൾ. അദ്ദേഹത്തിന് പാർട്ടി എന്താണെന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായ ഒരു അടിസ്ഥാന ധാരണ പോലും ഇല്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. വോട്ട് ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പാർട്ടി എന്താണെന്ന് പാർട്ടി വെക്കുന്ന പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ധാരണകൾ, അടിസ്ഥാന ധാരണകൾ ആ പാർട്ടിക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നാണ്. അതാണ് പ്രാഥമികമായ പാഠം. ഇതുകൊണ്ടാണ് ചോർച്ച സംഭവിക്കുന്നത്. അപ്പം അത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട കാരണം എന്ത് എന്നതാണ് രണ്ടാമത്തെ വിഷയം. ആ രണ്ടാമത്തെ വിഷയം, ഒന്ന്, ഇപ്പം തന്നെ ഈ പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി MP ജയരാജൻ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 6 മാസത്തിലൊരിക്കൽ അനുഭാവികൾക്ക് വരെ പാർട്ടി ക്ലാസ് കൊടുക്കും. നിങ്ങൾ എന്താണ് പഠിപ്പിക്കുക? ബേസിക്കായ ചോദ്യം ഞാൻ ചോദിക്കുക, അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഈ പടക്കുന്ന സമ്മേളനങ്ങൾക്കകത്ത് നിങ്ങൾ എന്ത് അടിസ്ഥാന രേഖ വെച്ചുകൊണ്ടാണ്, എന്ത് പ്രമേയം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ സമ്മേളനത്തെ ചർച്ച ചെയ്യുന്നത്? എന്താണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് നിങ്ങളെന്ത് വരുന്നതെന്നറിയോ? ഈ സമ്മേളനത്തിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 500-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന, പോളിറ്റ് ബ്യൂറോവിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയായി 2ാം വട്ടവും വന്നിരിക്കുന്ന ഒരാൾ സമ്മേളനത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങൾ എന്ത് ചർച്ചയാണ് അതിനകത്ത് നടത്തുക? എന്ത് ചർച്ചകൾ നടത്തും? ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഡെലിഗേറ്റ്സിന്റെ അടുത്ത് ഇയാളുടെ സുരക്ഷയുടെ ഭാഗമായി ഇതിനകത്ത് എത്ര ആളുകളെ മഫ്റ്റിയിൽ അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട് എന്നതിനെ വിശദീകരിക്കാൻ MP ജയരാജൻ തയ്യാറാവും? അതല്ലെങ്കിൽ നേരത്തെ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് തയ്യാറാവും? നമ്മൾ ഒരു വസ്തുതയെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വസ്തുതയായി കണ്ട് വിലയിരുത്താനുള്ള സാമാന്യമായ ജില്ലാ സമ്മേളനത്തിന്റെ അകത്തൊന്നും കയറ്റൊന്നുമില്ല. സാറേ പറയുന്നത് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധികളല്ലാതെ ഒരു കാരണവശാലും അതിനകത്തൊന്നും ഒരു പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രതിനിധികളല്ലാതെ വക്കീലെ എന്തെങ്കിലും വെറുതെ ഞാൻ പറയട്ടെ, വക്കീലെ അസംബന്ധം പിടിച്ചു പറയല. നിങ്ങൾക്ക് ഒന്നാമത് പാർട്ടി എന്താണ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഈ പാർട്ടി എന്താണെന്ന് അറിയുമ്പോൾ ഈ മാതിരി വിട്ടിത്തങ്ങൾ ഇതിനകത്ത് വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പാർട്ടി എന്താ നിങ്ങൾ എന്നെ പഠിപ്പിക്കുക? എന്താ നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യമില്ലാതെ സംസാരിച്ച് സമയം കൊല്ലല്ല. നിങ്ങൾ ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ ഒരു അക്ഷരം സംസാരിക്കാൻ പിന്നെ ഞാൻ വിടില്ല. അവിടെ ആ സംഭവമാണ് വിടുക, അതങ്ങോട്ട് മാറ്റി നിർത്ത്. ഞാൻ പറയുന്നത് 1939 പിണറായി പാറപ്പുറം സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിനകത്ത് ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോകാൻ സ്വകാര്യമായി കൊണ്ടുപോയിരിക്കുന്ന ഒരാൾ എൻ്റെ അച്ഛനാണ്. ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരുപാട് കേഡേഴ്സ് ഉണ്ട്. അവർ കണ്ണ് വെട്ടിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്നത് അവിടെ. ഇന്ന് നടക്കുന്നത് എങ്ങനെയാണ്? പള്ളിപ്പറമ്പിൽ 500 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസത്തിന്റെ പ്രതിനിധിയായി, പോളിറ്റ് ബ്യൂറോ മെമ്പറായി, മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ അവിടെ വരുന്നത്. നിങ്ങൾ എന്ത് ചർച്ച നടത്തും അവിടെ? എന്ത് ചർച്ചകൾ നടത്തും? അയാളെ കണ്ടാൽ തന്നെ ആ സമ്മേളനത്തിനകത്ത് ഒരാൾ ചർച്ച നടത്തൂല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ആ വിഷയത്തേക്കല്ല പോകേണ്ടത്. അപ്പൊ വിഷയം എന്താണ്? ഇതിനകത്ത് എന്തുകൊണ്ടാണ് ചോർച്ച സംഭവിക്കുന്നത് പരിശോധിക്കട്ടെ. ഞങ്ങൾ അത് ചോരുന്നില്ല എന്നാലോചിക്കുന്ന വാദം ഞാൻ മറിച്ച് വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. പുത്തനായി വന്നിരിക്കുന്ന കേഡേഴ്സ് എത്രയാണ് ഇപ്പൊ നിങ്ങളുടെ അതിനകത്ത് വന്നത്? ന്യൂനപക്ഷത്തിനകത്ത് നിന്ന് MP രാജൻ വെച്ച കണക്കിട്ടില്ല 331 ആളാ വന്നത് അല്ലേ? ബാക്കിയുള്ള ആളെടുത്തു. എന്തേ കാരണം? ക്രിസ്ത്യൻ സമുദായത്തിന് അത്രയുമില്ല, ദളിത് പിന്നോക്ക വിഭാഗത്തിന് അത്രയുമില്ല. ഇതില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മെജോറിറ്റി ആയിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് പുറത്തു നിൽക്കുന്നു എന്നാണ്. ഇതുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ കാരണം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല, പാർട്ടി എന്താണെന്ന് അറിയില്ല. ഇവിടെയാണ് ബംഗാളിലെ CPM-ന്റെ പ്രമുഖ നേതാവും ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഡോക്ടർ അശോക് മിത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ഗംഭീരമായ ലേഖനമുണ്ട്.
അതിൽ അദ്ദേഹം പറഞ്ഞത് കണ്ട അണ്ടനും അടകോടനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്താൽ പാർട്ടി ഇങ്ങനെയായി തീരുമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 65,000 കണക്ക് പറയുന്നുണ്ടല്ലോ, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതാണെന്ന് പറയുന്നത്. ഈ 65,000 കണക്ക് അതിൽ ക്വാളിറ്റികൾ എത്ര പാർട്ടീസ് ആക്കലുണ്ട്? ഒരു പാർട്ടീസ് ആവില്ല എന്നതുകൊണ്ടാണ് സഖാവെ അതിന്റെ ചർച്ച നടക്കാത്തത്. അതുകൊണ്ടാണ് ചർച്ച നടക്കാത്തത്. അപ്പൊ ഈ ചർച്ച നടക്കാതാവുമ്പോൾ എന്താണെന്ന് അറിയോ? പാർട്ടി സംഘടനാപരമായി ദുർബലമാവുകയും പാർട്ടിക്കകത്ത് വരുന്ന സംഭവത്തെ ചെറുക്കാൻ ആവശ്യമായിരിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിനെ ആര് കണ്ടെത്തും? ഈ പാർട്ടിക്കകത്തുള്ള അസംതൃപ്തരും അതൃപ്തരുമായിരിക്കുന്ന ആളുകൾ കണ്ടെത്തും. ആ കണ്ടെത്തുമ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം എവിടെയാണ്? ഒരു കേഡർ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്ന BJP-യിലേക്ക്. അതിന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയല്ലത്. കാരണം CPM-ന് പ്രത്യയശാസ്ത്രപരമായ സംഭവമില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇതിന്റെ കൂടെ പോകും, BJP-യുടെ കൂടെ ആളുകൾ അണിചേരും. ഇതാണ് ഇതിന്റെ വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്ന വീടുണ്ടല്ലോ, ആ വീടിനകത്ത് പോലും 125 വോട്ടാണ് കിട്ടിയത്. അറിയോ നിങ്ങൾ ചാനലിനകത്ത് വെച്ച് ബടായി പറയുന്ന എല്ലാ വിഷയവും എനിക്കറിയില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന വാടാത് 2, 6 വോട്ട് മാത്രം കിട്ടിയിടത്താണ് 165, 154 വോട്ട് കിട്ടുന്നത്. അവിടെ പിണറായി ചേരിക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചേരിക്കൽ എന്ന് പറയുന്ന വാർഡിനകത്ത് BJP വളരെ ഡിസൈസീവ് ആയിരിക്കുന്ന ഫാക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനുണ്ടായിരിക്കുന്ന കാരണം എന്താണ്? അന്നേരം MP ജയരാജന്റെ വിശദീകരണമാണ്. അത് സ്ഥായിയായി നിൽക്കുന്നില്ല, അത് സ്ഥായിയായി നിൽക്കുന്നു, സ്ഥായി അല്ലാതെ നിൽക്കുന്നു എന്നുള്ള എല്ലാ വിഷയം. അടിസ്ഥാനപരമായിരിക്കുന്ന സംഭവത്തിനകത്ത് പ്രത്യയശാസ്ത്രപരമായ യാതൊരു ധാരണയുമില്ലാതായി തീരുകയും പാർട്ടി ഒരു അടിസ്ഥാന രാഷ്ട്രീയ പ്രമേയമില്ലാതെ ചർച്ചയ്ക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനു മാത്രമായി തീരുന്നു? പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ സ്ഥാപനം എന്തുമാത്രമാണ്? ധനപരമായ പൊലിമ കാണിക്കാൻ മാത്രമുള്ള ഒരു സംഭവം മാത്രമായി ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഈ ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് പറയുന്നത്? ഇപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും കൊടും ഭീകരനായോ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരാളാരാണ്? പാലക്കാട്ടെ ചെന്താമരയാണ്. ഉറപ്പല്ലേ? 3 കൊലപാതകങ്ങൾ. ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ആളുകൾ ഇപ്പൊ ധരിക്കുന്നത് എന്താണ്? നമ്പർ 1 ചെന്താമരയായി ഇദ്ദേഹം മാറ്റപ്പെട്ടു വന്നാണ് ആളുകൾ ഇപ്പൊ ആക്ഷേപിക്കുന്നത്. നമ്പർ 1 ചെന്താമര. അതിനർത്ഥം എന്താണെന്നറിയോ? ഇതിനകത്ത് ഒരാൾ പോലും സംസാരിക്കില്ല. 3 ദിവസം തുടർച്ചയായിട്ട് ഈ മനുഷ്യർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ആലപ്പുഴയിൽ ഈ മനുഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, കൊല്ലത്ത് പങ്കെടുക്കുന്നു. സർവ്വതത്ത് എന്തൊരാവശ്യത്തിനാണ് ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയില്ലേ, മറ്റു ഇയാൾ മാത്രം എനിക്ക് കാരണം. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം വന്നു. ഉടനെ എത്തുകയാണ് മുഖ്യമന്ത്രി അവിടെ. പിന്നീടുള്ള എല്ലാ ജില്ലാ സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അവിടെ 24 മണിക്കൂറും ആ സമ്മേളനം തീരുന്നത് വരെ മുഖ്യമന്ത്രി അവിടെ ചെലവഴിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ വിമർശനം ഉണ്ടാവുക? എങ്ങനെയാണ് ഈ പാർട്ടി നവീകരിക്കപ്പെടുക? വിമർശിക്കപ്പെടേണ്ട ആൾ കൂടെ ഇരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് അണികൾ വിമർശനം ഉന്നയിക്കുക പാർട്ടി സമ്മേളനങ്ങളിൽ? ഒരാൾ സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വന്ന് ഈ പറയുന്ന ചാനലിന്റെ അകത്ത് വന്നിട്ട് ജാമ്യത്തിലെടുക്കുന്ന തരുന്ന ഉണ്ടാകുന്ന പറയുക അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഈ പാർട്ടിയിലായിട്ട് ആവില്ല. കാരണം ആ പാർട്ടിയുടെ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിലെന്തായാലും അതിന്റെ ഐഡിയോളജിയെ അത് കൈയൊടിഞ്ഞിരിക്കുന്നു. ഐഡിയോളജിയെ കൈയൊടിഞ്ഞിട്ട് അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പമ്പിങ് ഓഫ് മണി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ ധനം ഇഷ്ടം പോലെ പിന്നെ കുത്തി കൊടുക്കുന്നതോടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ നയിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ ഇപ്പൊ പാർട്ടിയുടെ ഭാഗത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിനകത്ത് ഗൗരവം അറിയിക്കുന്ന ഒറ്റ ചർച്ചയും ഒരു ചർച്ചയും ഇതിനകത്ത് നടക്കില്ല. കാരണം നടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് വരണം? അതിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഉണ്ടാവണം. ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനെ ഇത് ചർച്ച നടത്തണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ സമ്മേളനങ്ങൾ വാസ്തവത്തിൽ ശൂന്യമായി തീരുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ പ്രാഥമികമായ പാഠം. അതിനെ മറികടക്കാൻ നമ്മൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ചാനലിൽ വന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ അങ്ങേയറ്റം കുറ്റകരമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റൗണ്ടിൽ എനിക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് മാഡം എനിക്ക് ആദ്യ റൗണ്ടിൽ പറയാനുള്ളത്. ഓക്കെ.